കേട്ടോ എങ്ങോട്ടാ? നല്ല മഴ സീസൺ അല്ലേ, നമുക്ക് സ്വന്തമായിട്ട് കപ്പയുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് കപ്പയും കാന്താരി നല്ല ചൂട് കട്ടൻ ചായ. കപ്പ നമ്മുടെ കണ്ടത്തിലുണ്ടല്ലേ? എന്നാ പറിച്ച് നമുക്ക് സെറ്റാക്കാം. ഓക്കെ. നല്ല മഴയൊക്കെ ആണല്ലോ. തെന്നി കിടക്കുവാ, തെന്നി വീഴുവോ അറിയില്ല, പോയി നോക്കാം. തെന്നി വീണാൽ നടുവ് കുടിഞ്ഞ് കിടക്കേണ്ടി വരുമല്ലോ. റെസ്റ്റ് എടുക്കാൻ ഓരോ കാരണങ്ങളൊക്കെ കണ്ടുപിടിച്ചോണ്ടിരിക്കുമല്ലേ, അപ്പൊ കുഴപ്പമില്ല ഒന്ന് വീണാലും. ഇടുങ്ങിയ വഴി കൂടെ ഇച്ചിരി ദൂരെ യാത്ര ചെയ്യാനുണ്ട് നമ്മുടെ കപ്പ പറിക്കുന്ന സ്ഥലത്തേക്ക്. പോരും കേട്ടോ കൂടെ. ഇങ്ങനെ മഴ ഇച്ചിരി മാറിക്കുക, നമ്മൾ കൊട അങ്ങ് മടക്കി. ഇനിയിപ്പോ നമ്മുടെ ഇതാട്ടോ നമ്മള് കപ്പ നട്ടേക്കുന്നേ. ഇത് മൊത്തം കാറ്റത്ത് മറിഞ്ഞല്ലോ. ഭയങ്കര കാറ്റല്ലേ ഇനിയിപ്പോ? നല്ല കാറ്റും മഴയായിരുന്നു, അതുകൊണ്ട് കുറച്ച് കപ്പയൊക്കെ സൈഡായിട്ടുണ്ട്. പക്ഷെ കപ്പയൊന്നും പോയിട്ടില്ല, അവിടെ തന്നെ ഉണ്ട്. കപ്പയ്ക്ക് ഡാമേജ് ഒന്നും പറ്റില്ല, ജസ്റ്റ് തണ്ട് ചാഞ്ഞല്ലോ, അത് കുഴപ്പമില്ല. നമുക്കൊരു കൂടി കപ്പ നോക്കാം. നമുക്ക് പൊക്കി നോക്കാം, അതിനല്ലേ വന്നത്. ആദ്യമേ വെട്ടി ഒതുക്കണ്ടേ നമുക്ക് ഇലയൊക്കെ? ഞാൻ വെട്ടട്ടെ? വെട്ടിക്കോ, കിട്ടിയ അവസരമല്ലേ, പാഴാക്കണ്ട. എനിക്ക് കിട്ടിയ അവസരം ഞാൻ പാഴാക്കണമെന്ന് പറഞ്ഞാണ്. വെട്ടിക്കോ വെട്ടിക്കോ. വെട്ടേണ്ട ഇവിടെ മനസ്സിലായോ? എന്നാ വെട്ടിക്കോ. അങ്ങനെ വെട്ടുന്ന എന്നതിനാണെന്നറിയോ? ബാക്കി കമ്പ് നമുക്ക് നടാൻ ഉപയോഗിക്കാം, അടുത്തതിന്. അത് കോതി വിട്ടേക്ക്. വെട്ടിക്കഴിഞ്ഞല്ലോ. ഒരു കൊലയായി വരുന്നുണ്ടല്ലോ, കുറച്ചുകൂടെ സമയം എടുക്കുമായിരിക്കും അല്ലേ? ആവട്ടെ ആവട്ടെ, നമുക്കെന്നാ മൂട് പറിക്കാം. അത് നേരാണല്ലോ. ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്ന പോലെ ചുണ്ടൂടെ അടിച്ചിട്ട് പോവാ അല്ലേ? ആയിക്കോട്ടെ. പച്ചക്കറിക്ക് വില കൂടുതലേ, നമുക്ക് സ്വന്തമായിട്ട് പറമ്പിന്ന് അങ്ങനെ ചുണ്ടുമായി. അല്ല, ഇപ്പൊ വിഷടിക്കാത്ത സാധനം കിട്ടുകയും ചെയ്യും. ഇനി അത് മാറ്റി വെച്ചോ, നമ്മുടെ കപ്പയുടെ പരിപാടി. നോക്ക്. അങ്ങനെയൊക്കെ പഠിക്കുന്നത് കണ്ട, മണ്ണിളകി ഇരിക്കുന്ന ഒരു ചൂക്കെന്ന് വരുന്നത് കണ്ട. ഇതിൽ കൂടുതൽ എങ്ങനെ പറിക്കാനാ? അങ്ങനെ കപ്പ എടുക്കാനും പഠിച്ചു. അത്യാവശ്യം കിഴങ്ങ് ഉണ്ടെന്ന് തോന്നുന്നല്ലേ? അങ്ങനെ നമ്മുടെ പാറു കപ്പയും ചുണ്ടൊക്കെ ആയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വീട്ടിൽ പോവാം. വീട്ടിൽ പോയിട്ട് അടുത്ത പരിപാടി നോക്കാം. അടുത്തേ ഈ കപ്പയിലൂടെ എന്നാ കറിയൊക്കെ? ഉണക്കമീൻ ഇരിപ്പുണ്ടോ? എന്നാ നമുക്ക് ഉണക്കമീനും കാന്താരിയും രണ്ടും കൂടെ മിക്സ് ആക്കിയാലോ? ഓക്കെ. നമ്മള് വീട്ടിലെത്തിയല്ലോ. ഈ നമ്മളെ ഈ അകത്തേക്ക് എടുക്കുന്നതിന് മുമ്പ് ഈ കഴുകി കരുതുന്നതിന് ഉദ്ദേശം എന്നാ? കപ്പ നിറച്ചപ്പടി മണ്ണല്ലേ, അപ്പൊ നമ്മൾ ഈ മണ്ണോട് കൂടി കപ്പ പൊളിക്കാൻ തുടങ്ങിയാൽ കപ്പ മുഴുവൻ മണ്ണ് പിടിച്ചിരിക്കും. അപ്പൊ അത് കളയാൻ പാടല്ലേ? ഓ അങ്ങനെ. അല്ലെങ്കിൽ പിന്നെ ഇത് ചെയ്യാന്ന് വെച്ചാൽ തൊലി കളഞ്ഞിട്ട് പിന്നെ തൊലി പൊളിച്ച് വേണമെങ്കിൽ കഴുകാം. നമ്മൾ ആദ്യം തന്നെ കഴുകുന്നത് മാത്രം, അപ്പടിച്ചെളിയല്ലേ നമ്മൾ ഇത് ഇങ്ങനെ പൊളിക്കാൻ നോക്കും. ആയിക്കോട്ടെ ആയിക്കോട്ടെ, കഴിക്കോ. നല്ല മണ്ണുണ്ടല്ലേ? നല്ല മണ്ണുണ്ട്, പ്രത്യേകിച്ച് മഴയും കൂടെ അല്ലേ. കഴുകി കുട്ടപ്പനാക്കി ബാക്കി പരിപാടിയിലേക്ക് പോവാം. കപ്പ കഴുകി വെച്ചിട്ട് അടുത്ത പരിപാടിക്ക് അങ്ങോട്ടാ ഈ ചെള്ളയിലോട്ട് പോകുന്നേ. മഴയായിട്ട് മഴയും പിടിച്ചോ? കപ്പയ്ക്ക് കാന്താരി അല്ല നമ്മൾ പറഞ്ഞത്, അപ്പൊ കാന്താരി അവിടെയാണ് നിൽക്കുന്നത്, അതുകൂടെ പറിച്ചിട്ട് കയറിപ്പോ. കാന്താരി താഴെയുണ്ടല്ലേ? സ്വന്തം വീട്ടിൽ കപ്പയും കാന്താരിയൊക്കെ ഉള്ളപ്പോൾ എന്തിന് വിഷമിക്കണം അല്ലേ? എല്ലാം പറിച്ച് തീർത്ത് വെച്ചേക്കോ അല്ലേ? ഇല്ല, വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ട്. ആണോ? ഇതപ്പോ പറിച്ചു? രാവിലെ പറിച്ചോ? ബാക്കിയോടെ പറിച്ചിട്ട് പോയേക്കാം. കയ്യൊന്ന് കാണിച്ച്. വളഞ്ഞല്ലോ, പറിച്ചു പറിച്ചു. അങ്ങനെ കപ്പയായി, ഉണ്ട് കാന്താരിയുമായി. ഇത് ചെണ്ടക്കപ്പയ്ക്കുള്ള പരിപാടിയാണോ? അമ്മച്ചിയെ ഉണക്കുമീനോട് വറക്കാവോ? വെള്ളത്തിൽ കിട്ടോ? ഇതൊക്കെ മുൻകൂടി കണ്ടായിരുന്നോ? വേണോന്ന് പറ. ഉമ്മച്ചെന്ന് എടുത്ത് കൊടുക്കണം പാവത്തിന്. അങ്ങനെ പിടിച്ച് കഴിച്ചോളൂ. അങ്ങനെ നന്നായിട്ട് കഴിച്ചില്ലെങ്കിലും കുറഞ്ഞ് മറ്റേ എലിയൊക്കെ കൊള്ളത്തില്ല, അതുപോലെ കുറഞ്ഞിരുന്നോളൂ. അതിന് കപ്പ ഇഷ്ടമാണ്, എന്നും ഇങ്ങനെ പൊളിക്കുമ്പോഴത്തേക്ക് വന്നിട്ട് ഇങ്ങനെ കുറയുന്നതാണ്. കപ്പ പൊളിച്ച് റെഡിയാക്കി. ഇതെന്നാ മീനാ? ശുംഭാര. വറക്കാൻ സെറ്റ് സാധനമായിരിക്കും അല്ലേ? അങ്ങനെ നമുക്കിനി കുക്ക് ചെയ്യുമ്പോൾ കാണാം. കപ്പയുടെ പരിപാടി നടന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് നമ്മുടെ അമ്മാനെ വെച്ചില്ല, നമ്മുടെ ആദ്യത്തെ വീഡിയോസൊക്കെ പിന്നെ കണ്ടിട്ടില്ലേ, അവളുടെ ബർത്ത്ഡേ ആയിരുന്നു. അവർക്ക് 4 വയസ്സായി. അപ്പൊ അമ്മമ്മ നമുക്ക് പായസം തന്നിട്ടുണ്ട്, നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല അരിപ്പായസം അല്ലേ? നല്ല നല്ല മഴയുണ്ടായിരുന്നു. മഴയത്ത് നല്ല ചൂട് പായസം കിട്ടിയപ്പോഴത്തേക്ക് സെറ്റ് സാധനം. കുടിച്ചിട്ട് അഭിപ്രായം ഒന്നും പറയണ്ട, അത് സെറ്റ് സാധനം. ഞാൻ ഇപ്പൊ കുടിച്ചേ ഉള്ളായിരുന്നു, നീ ഒന്നും മിണ്ടണ്ട. ക്ഷീണിച്ചപ്പോഴത്തേക്കും നമ്മുടെ പാരന് വിശന്നു. എന്നാടി കഴിക്കുന്നേ? ബ്രെഡ് ജാമു. ഒറ്റയ്ക്കിട്ട് കഴിക്കുമല്ലേ, അതൊന്ന് വിളിച്ചാൽ തരിക. എന്നാ കഴിച്ചോ കഴിച്ചോ. ഞങ്ങൾ കപ്പ എടുക്കാൻ പോവല്ലോ. കണ്ട നല്ല സുന്ദര കുട്ടപ്പന്മാര്. ഇതിനാദ്യമേ നമ്മൾ ചെയ്യേണ്ടത് വെള്ളം നല്ലതായിട്ട് തിളച്ചെടുക്കണം അല്ലേ? വെള്ളം വെച്ച് തിളപ്പിച്ചപ്പോ
നല്ലോണം തിളച്ചിട്ടപ്പോൾ കപ്പയൊക്കെ ഇട്ടാൽ മതി. നന്നായിട്ടോ. പട്ടാന്ന് വീഴുന്നുണ്ട്. ഇത് പെട്ടെന്ന് വീഴുന്ന കപ്പയാണ് ചേച്ചി. എളുപ്പത്തിൽ വേണ്ട. ഇങ്ങനെ കപ്പ ഇരുന്ന് കേട്ടെ. കപ്പ വെന്തോണ്ടിരിക്കുക. അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് മീനോട് വറുത്ത് സെറ്റാക്കാം. ആണെങ്കിൽ നല്ല കുളിയും കഴിഞ്ഞിട്ട് ഉറങ്ങാൻ പോകുന്ന പോക്കാണേ. പൈസ കുറിച്ച് ക്ഷീണമുണ്ട്. എന്നാ പോയിട്ടാ. എണ്ണയും കഴിക്കാം. എണ്ണ ഒഴിച്ചിട്ട് അങ്ങ് മുരിച്ച് വറുത്തെടുക്കാം. നമ്മുടെ മീൻ എണ്ണക്കിടന്ന് മുരിഞ്ഞോണ്ടിരിക്കുക. ഒറ്റയിട്ടില്ലേ. മീൻ റെഡി ആയിട്ടുണ്ട്. അതിലൂടെ അവസാനമായിട്ട് നമ്മൾ മുളക് ചേർത്ത് സെറ്റാക്കി. അവസാനം നമ്മുടെ മുളക് ഉണ്ട് അല്ലേ ചേച്ചി? അതിനങ്ങനെ ഇടുന്നേ. ഓ അങ്ങനെ മസാല കറി ആയിരിക്കണ്ടല്ലേ. ഇനി എന്നാ ഉപ്പ്. കപ്പയുടെ വാവ് ഇട്ടിട്ടുണ്ട്. ഉപ്പ് ഇടും അല്ലേ? അതെന്തല്ലേ ഉപ്പിട്ടില്ലെങ്കിൽ പിടിക്കത്തില്ല. നമ്മുടെ കപ്പ വെന്തിട്ടുണ്ട്. ഊറ്റിയെടുക്കാം നമുക്ക്. പുകയറാണല്ലോ. അയ്യോ എൻ്റെ ഫോണിൻ്റെ ക്യാമറ പോയേ. അങ്ങനെ വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കി മുളകിലേക്കൊക്കെ പോകാം നമുക്ക്. നമ്മൾ മിക്സിയിട്ട് അരച്ചാലോ അല്ലാതെ എങ്ങനെ അരച്ചാലും ഈ ഒരു രുചിയൊന്നും കിട്ടത്തില്ല. നമ്മൾ ഇടിച്ച് ചതച്ച് നമ്മുടെ മുളകൊക്കെ സെറ്റാക്കാം. ഈ മുളക് ഇടിച്ചോണ്ടിരുന്നപ്പോഴത്തേക്കും അപ്പുറത്ത് എന്തോ ഒരു ഒച്ച കേൾക്കുന്നേ. അത് നോക്കാൻ പോകും നമ്മൾ. അപ്പച്ചനെ വഴക്കിട്ട് ഒരു ഇതേ മണ്ട കയറി ഇരിപ്പുണ്ട്. ഇവരെ കൊണ്ട് അപ്പൊ വീട് കേട്ടോ പിടിച്ചോണേ. ആ ഇവരെ കൊണ്ട് വലിയ തോൽവി ആയിട്ടുണ്ട്. അത് എവിടെ കയറിയിരിക്കുന്ന നോക്കി. അലമാരിയുടെ മണ്ടയിൽ ഇവനെ സമ്മതിക്കണ്ടേ. എല്ലാത്തിനും വളം വെക്കുന്ന ഒരു അപ്പച്ചനുമുണ്ട്. മുളക് ഇടിച്ച് കഴിഞ്ഞ് ഉള്ളി കിട്ടിയിട്ടുണ്ട്. ചെറുള്ളി അത് നമുക്കിരിക്കാം. അടുത്ത നമ്മൾ ചേർക്കുന്ന ആവശ്യമുള്ള ഉപ്പാണ്. ഇതാ സെറ്റായിട്ടുണ്ട്. ഇനി എന്നാ വെളിച്ചെണ്ണ ഒഴിക്കോ? വെള്ളം ഒഴിച്ചാൽ അങ്ങനെ 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവാണ്. നമ്മുടെ ഇങ്ങനെ മുളക് റെഡിയായി. ഇനി നമുക്ക് കഴിച്ചാൽ മതി അല്ലേ? മീനും റെഡിയായി. എൻ്റെ മീനും റെഡി. ഇനി കപ്പയൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് കഴിച്ചേക്കാം. അങ്ങനെ ചൂടോടെ നമ്മുടെ ചെണ്ടക്കപ്പ വിളമ്പി എടുക്കുന്നുണ്ട് അമ്മച്ചി. നല്ല കപ്പയും ഒരു ചെറിയ കട്ടൻ കാപ്പിയും മീൻ വറുത്തതും മുളക് പൊട്ടിച്ചതും. ഇത് കൂടുതൽ എന്താ വേണ്ടത്? അപ്പം ഞങ്ങൾ കഴിക്കട്ടെ. അപ്പം നിങ്ങളും പോയി അടിപൊളിയായിട്ട് ഫാമിലി ആയിട്ടിരുന്ന് ഒരുമിച്ച് കഴിക്കും അല്ലേ അമ്മച്ചി?